ഇ.പി. ജയരാജനെതിരായ ബന്ധു നിയമന വിവാദത്തിൽ 17-ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വിജിലൻസ് കോടതി. പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായും വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. അതേസമയം കേസ് പരിഗണിക്കവേ മാധ്യമപ്രവർത്തകരെ കോടതിയിൽ നിന്നും ഇറക്കിവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ജീവൻ. UDF നേതാക്കന്മാരുടെ ബന്ധു നിയമനങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പൊതുപ്രവർത്തകനായ എച്ച് ഹാഫ്സ് സമർപ്പിച്ച ഒരു ഹർജി കോടതി ഇപ്പോൾ ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. കേസിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ മാസം 17-ാം തീയതിക്കകം അറിയിക്കണമെന്ന് കോടതി വിജിലൻസ് വാക്കാൽ നിർദ്ദേശം നൽകി. മന്ത്രി ഇ.പി. ജയരാജനെതിരായ ഹർജിയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായി വിജിലൻസ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് കെ.ഇ. ബാബു കോടതിയെ അറിയിച്ചു. ഈ മാസം 17-ന് കേസ് വീണ്ടും പരിഗണിക്കും. ഇ.പി. ജയരാജനെതിരായ പരാതിയും UDF നേതാക്കന്മാർക്കെതിരായ പരാതിയും വിജിലൻസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ആവും അന്വേഷിക്കുക. വിജിലൻസ് എസ് പി ജയകുമാറിനെ കൂടാതെ ഒരു ഡിവൈഎസ്പിയും 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും ഉൾപ്പെട്ടവരായിരിക്കും അന്വേഷണ സംഘത്തിൽ ഉണ്ടാവുക. 42 ദിവസത്തിനകം ഈ പരാതികളിൽ പ്രാഥമിക അന്വേഷണം പൂർത്തീകരിക്കാൻ ഈ ചെറുസംഘത്തിന് കഴിയുമോ എന്ന ആശങ്ക വിജിലൻസ് വൃത്തങ്ങൾക്കുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘം വിപുലപ്പെടുത്തുന്ന കാര്യവും ഡയറക്ടറുടെ പരിഗണനയിലുണ്ട്. ഇ.പി. ജയരാജനെതിരായ പരാതിയിലൂടെ രാഷ്ട്രീയമായ നേട്ടം കൊയ്യാം എന്ന് കരുതിയ UDF നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് UDF ബന്ധുവിഭാഗങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ UDF കാലത്തെ ബന്ധു നിയമനങ്ങൾ കൂടി അന്വേഷിക്കുന്നതിനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് UDF-നും കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. നന്ദി ജീവൻ.